ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന ഇടപെടൽ. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. ഷാജി, സംഭവം രാവിലെ മുതൽ വലിയ വാർത്തയാവുകയും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ കുട്ടിയുടെ ബന്ധുക്കൾ വിശദീകരിക്കുന്നത് എന്താണ്? ആശുപത്രി അധികൃതർ അതിൽ പറയുന്ന മറുപടി എങ്ങനെയാണ്? ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന ഇടപെടലുകൾ ഏതു തരത്തിലാണ്? മനു, കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടിയെ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നില്ല ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടിയുടെ ആശുപത്രിയിൽ. അതുകൊണ്ടാണ് ഈ വൈകല്യം കണ്ടുപിടിക്കാതിരുന്നതെന്നാണ്. പക്ഷേ അതിനുശേഷം ഏതാണ്ട് 8ഓളം സ്കാനിങ്ങുകൾ നടത്തി. ഈ സ്കാനിങ് ഒക്കെ തന്നെ പുറത്ത് 2 സ്വകാര്യ ലാബുകളിലായിരുന്നു. ഈ ലാബിൻ്റെ റിസൾട്ടുകളിലും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ ലാബുകളുടെ റിസൾട്ടുകളൊക്കെ തന്നെ തെറ്റായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവരതിൻ്റെ നിയമപരമായ നടപടികളിലേക്ക് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പോവുകയാണ്. എന്തായാലും കുട്ടിക്ക് കടപ്പുറം ആശുപത്രിയിൽ നിന്ന്, അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരു ചികിത്സ ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. പക്ഷേ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെട്ടതിൽ അവർക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഞാനിപ്പോൾ അതിനുശേഷം ഇപ്പോൾ കടപ്പുറം ആശുപത്രിയിൽ എത്തിയിരുന്നു. കടപ്പുറം ആശുപത്രിയിൽ സൂപ്രണ്ട് ഇവിടെയുണ്ട്. ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. ഏതാണ്ട് 3 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ കുട്ടിയുടെ ജനനത്തിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന രക്ഷകർത്താക്കൾക്ക്, കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകിയിരുന്നു എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. സൂപ്രണ്ട് ഇപ്പോൾ തിരക്കിട്ട് ഈ വാർത്ത വന്നതിന് ശേഷം വളരെയധികം തിരക്കിലാണ്. ഡോക്ടർ, ഇത്തരം ഒരു വിവരം നമ്മൾ നേരത്തെ അവരോട് അറിയിച്ചിരുന്നു. ആദ്യത്തെ 32 ആഴ്ചത്തെ സ്കാനിങ്ങിൽ ഇങ്ങനെ ആംനോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുന്നു എന്ന് കണ്ടപ്പോഴേക്കും അവരോട് ആ റിസ്കിനെ പറ്റി പറഞ്ഞിരുന്നതായിട്ട് ഡോക്ടർ അവരുടെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അത് നേരത്തെ എഴുതിയിട്ടുണ്ട്. പരാതിക്കാരൻ പരാതിയോടൊപ്പം തന്ന പേപ്പറിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ ഇവരുടെ ഈ വൈകല്യങ്ങളെക്കുറിച്ച് അറിയിച്ചിരുന്നു. വൈകല്യങ്ങളെക്കുറിച്ചല്ല, ഇങ്ങനെ അമ്നോട്ടിക് ഫ്ലൂയിഡ് കൂടുമ്പോൾ കുട്ടിക്ക് വൈകല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഇന്ന വൈകല്യങ്ങളൊന്നും സ്കാൻ റിപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റിയില്ല. പക്ഷേ വൈകല്യത്തിനുള്ളൊരു സാധ്യത അവരോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ 2-3 മാസം മുമ്പ് തന്നെ 32 ആഴ്ച പ്രഗ്നൻസി ആയിരുന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ 8 മാസമായപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഇത് അങ്ങനെയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നമുക്കിത് ചികിത്സിച്ചാൽ ഒരു പക്ഷേ വിദഗ്ധ ചികിത്സയ്ക്ക് ലഭ്യം അങ്ങനെയുള്ളൊരു അനോമലി അല്ല. പരാതി പറഞ്ഞിരിക്കുന്ന അനോമലി നമുക്ക് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റുന്ന അനോമലി ആയിരുന്നു. സാധാരണ കാണുന്ന വലിയ കുറച്ച് കൂടുതലായിട്ടുള്ളൊരു വൈകല്യം അങ്ങനെ ആയിരിക്കണം. നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കൊച്ചിൻ്റെ അനോമലിയെ പറ്റിയുള്ള റിപ്പോർട്ട് നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ പരാതി പറഞ്ഞിരിക്കുന്നത് ആണ്. അവർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതൊരു അങ്ങനെ നമുക്ക് 32 ആഴ്ച കണ്ടുപിടിച്ചാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അനോമലി ആയിരുന്നില്ല. ഇത് അന്നത്തെ 2 മാസം മുമ്പ് തൊട്ടുള്ള റിപ്പോർട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഡോക്ടറല്ലേ? ഇല്ല, ഈ 32 ആഴ്ചയാണ് ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം സ്കാനിങ്ങിൽ കണ്ടെത്തിയത്. ആ സമയത്ത് ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ അത് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സംശയമുള്ളതുകൊണ്ടാണല്ലോ ഈ സ്കാനിങ്ങുകൾ 2 ചെയ്യാനായിട്ട്. അതെ. റിപ്പോർട്ടുകളൊന്നും കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലല്ലേ? റിപ്പോർട്ടുകൾ നമ്മൾ പരാതിക്കാരൻ തന്നിരിക്കുന്നത് ഒപ്പം തന്നെയുണ്ട്. ആ റിപ്പോർട്ടുകളിലൊന്നും അങ്ങനെ ഒരു അനോമലി ഉള്ളതായിട്ട് പറയുന്നില്ല. മനു, ഇപ്പോൾ ഞാൻ സൂപ്രണ്ടുമായിട്ടാണ് സംസാരിച്ചത്. ഈ സൂപ്രണ്ട് പറയുന്നത് ഏതാണ്ട് ഈ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ചില വൈകല്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരം ബന്ധുക്കൾക്ക് ഏതാണ്ട് 2 മാസം മുൻപ് തന്നെ നൽകിയിരുന്നു. അത്തരം ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ അതിന്റെ അളവിൽ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ചില സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ആശുപത്രി അധികൃതർ കുട്ടിയുടെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിദഗ്ധ സ്കാനിങ്ങിന് നിർദ്ദേശിക്കുന്നു. പക്ഷേ ആ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഡോക്ടറുടെ നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ ഡോക്ടറെ കുറ്റം പറയാൻ സാധിക്കില്ല. കാര്യം ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ പരിശോധിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റിപ്പോർട്ടുകൾ തെറ്റായിരുന്നു. ആ തെറ്റായ റിപ്പോർട്ടുകളാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാൻ കാരണമായത്. പക്ഷേ ഇത് നേരത്തെ കണ്ടെത്തിയാൽ പോലും ഇങ്ങനെ ഈ കുട്ടിയുടെ ജനനം ഈ തരത്തിൽ തന്നെ ആയിരിക്കും. അതിനെ വയറിനുള്ളിൽ വെച്ച് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ വെച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമായിരുന്നില്ല ഇത് എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ മറ്റും റിപ്പോർട്ടുകൾ വരാനുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യമായിട്ട് സൂപ്രണ്ട് നമ്മോട് സ്ഥാപനത്തിലേക്കാണോ സ്കാനിംഗ് നടത്തിയത്? സ്വകാര്യ സ്ഥാപനങ്ങളിൽ ആയിരുന്നോ? തീർച്ചയായിട്ടും ആലപ്പുഴ ഈ കടപ്പുറം ആശുപത്രിക്ക് സമീപം തന്നെ ഉള്ള സ്വകാര്യ ലാബിലായിരുന്നു ഇതിൻ്റെ പരിശോധനകൾ, ലാബ് റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നത്. ഈ ലാബ് റിപ്പോർട്ടുകളിൽ എന്തായാലും അതിൻ്റെ വിശദാംശം
തെറ്റായ റിപ്പോർട്ടുകളാണ് ഈ കുട്ടിയുടെ ഇത്തരം ഷാജി, പ്രശ്നങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ആശുപത്രി പ്രശ്നങ്ങൾ സൂപ്രണ്ടിന്റെ കണ്ടെത്താൻ മറുപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് 8ാമത്തെ ആഴ്ചയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ടായിരുന്നു, ചില ആശങ്കകളുണ്ടായിരുന്നു. അതനുസരിച്ച് അവർ മാതാപിതാക്കളെ ധരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അതെങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് സ്കാനിങ്ങിന് നിർദ്ദേശിക്കുന്നു. പക്ഷേ സ്കാനിംഗ് റിപ്പോർട്ടിൽ ആ പറയുന്ന പ്രതിസന്ധികളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായി സ്കാനിംഗ് റിപ്പോർട്ടിൽ പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ആശുപത്രി അധികൃതർ ആ സ്കാനിംഗ് റിപ്പോർട്ട് അനുസരിച്ച് ചികിത്സ നടത്തും. ഇവിടെ അങ്ങനെയാണെങ്കിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് സ്കാൻ ചെയ്തവർക്കാണ്, ആ സ്കാനിംഗ് സെൻ്ററിലെ ഡോക്ടർമാർക്കാണ് എന്ന് നമ്മൾ ടെക്നീഷ്യന്മാർക്കും ഡോക്ടർമാർക്കുമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. തീർച്ചയായിട്ടും ആലപ്പുഴയിലെ 2 സ്വകാര്യ ലാബുകളാണ് മിഡാസും അതോടൊപ്പം തന്നെ ശങ്കേഴ്സും. ഈ 2 ലാബുകളിലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ പരിശോധന നടത്തിയത്. ഡോക്ടർക്ക് നേരത്തെ തന്നെ ഈ കുട്ടിയുടെ ഈ ടെസ്റ്റിന് മുൻപ് തന്നെ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇത്രയും വർഷത്തെ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കുട്ടിക്ക് ചില ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുന്നു, നിങ്ങളിതിൻ്റെ വിശദമായിട്ടുള്ള സ്കാനിങ്, അതായത് കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള വിശദമായ സ്കാനിങ് നടത്താനായിട്ടാണ് നിർദ്ദേശം നൽകിയത്. ആ സ്കാനിങ് നടത്തിയ റിപ്പോർട്ടുകളിലൊന്നും തന്നെ ഇക്കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ കുട്ടി ഒരു അപകടകരമായ സ്ഥിതിയിലെത്തിയപ്പോഴാണ് ഇത്തരം വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ചികിത്സയും അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളുമൊക്കെ തന്നെ അവർ നൽകിയിരുന്നു. ശരി, നമ്മൾ ഈ 2 ഭാഗത്തിന്റെയും വാദം വിശദീകരണം നമ്മൾ കേട്ടു. ആശുപത്രി അധികൃതർ പറയുന്നു, അതുപോലെ തന്നെ ബന്ധുക്കൾ പറഞ്ഞതും ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ട്. രണ്ടും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഇതിന്റെ വസ്തുതകളെക്കുറിച്ച് പൂർണ്ണമായി 2 ഭാഗത്തു നിന്നും അന്വേഷണം നടത്തി വസ്തുതകളെക്കുറിച്ച് അറിയേണ്ടതുണ്ടല്ലോ. അതിൽ ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന അടുത്ത നടപടി എന്താണ്? ഇപ്പോൾ തന്നെ കേൾക്കുന്ന ഈ സ്വകാര്യ സ്കാനിംഗ് സെന്ററിലെ ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. നമുക്കതിന്റെ വ്യക്തതയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നടപടി, മറ്റു നിയമപരമായ കാര്യങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിന് അന്വേഷണത്തിന് ഉത്തരവിട്ടു, ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അന്വേഷണം വരുന്ന മണിക്കൂറുകൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ ഈ ഡോക്ടറുമായിട്ടും നേരിട്ട് കണ്ട് സംസാരിച്ചിരിക്കുന്നു. ഡോക്ടർ 26 വർഷത്തെ പരിചയസമ്പന്നയായിട്ടുള്ളൊരു ഡോക്ടറാണ്. അവർ പറയുന്നത് താൻ പരിശോധിച്ചപ്പോൾ തുടക്കത്തിലെ ചില പ്രശ്നങ്ങൾ കണ്ടിരുന്നു, അത് അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ലാബ് റിപ്പോർട്ട് വരുന്നത്. അതിപ്പോൾ അവർ സ്വരക്ഷയ്ക്ക് വേണ്ടി പറയുന്നതല്ല, ഇതിന് മുൻപ് തന്നെ ഏതാണ്ട് ഒരു 3-4 മാസം മുൻപ് തന്നെ അവരുടെ ഈ പരിശോധനാ റിപ്പോർട്ടിൽ തന്നെ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡോക്ടറെ നമുക്ക് സ്വാഭാവികമായിട്ടും കുറ്റം പറയാൻ സാധിക്കില്ല. ഈ ടെസ്റ്റ് റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളിലെ ചില പകപ്പിഴകളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. മാത്രവുമല്ല, ഞാനിപ്പോൾ മറ്റൊരു വിദഗ്ധ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഗർഭാവസ്ഥയിൽ ഈ കുട്ടിക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയെ ചികിത്സിച്ചാൽ പോലും അത് ഈ ഫലപ്രദമായ രീതിയിൽ പുറത്തു വരാൻ സാധിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചും അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടന്നാൽ മാത്രമേ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ശരി ഷാജി, ഷാജഹാനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും ആലപ്പുഴയിൽ ഇന്ന് രാവിലെ കേട്ട വാർത്ത വലിയ വിവാദമായിരുന്നു, വലിയ സങ്കടപ്പെടുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഒരു കുഞ്ഞിന് വലിയ തോതിൽ വൈകല്യമുണ്ടായി, ജനിച്ചപ്പോൾ തന്നെ വലിയ തോതിൽ വൈകല്യങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വന്നത്. അത് ചികിത്സാ പിഴവാണ് എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപം കുഞ്ഞിൻ്റെ ബന്ധുക്കൾ, മാതാപിതാക്കളടക്കം ഉയർത്തുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇപ്പോൾ വിശദീകരണം, നമ്മൾ ആശുപത്രി സൂപ്രണ്ടിൻ്റെ വിശദീകരണം തേടിയത്. അപ്പോൾ ആശുപത്രി സൂപ്രണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 8ാമത്തെ ആഴ്ചയിൽ തന്നെ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ അബ്നോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവുമായി ബന്ധപ്പെട്ട വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കുഞ്ഞിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായൊരു സ്കാനിങ്ങിന് നിർദ്ദേശിക്കുകയായിരുന്നു. ആ സ്കാൻ റിപ്പോർട്ടിൽ പക്ഷേ അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അവർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു തുടർ ചികിത്സകളിലേക്ക് അല്ലെങ്കിൽ തുടർ കാര്യങ്ങളിലേക്ക് പോയത് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് വീഴ്ച പറ്റിയെന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും അതിനനുസരിച്ചുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് വളരെ വേഗത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി മറ്റു നടപടികളിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്.